ചെയ്യുന്നത്. ആക്ച്വലി ഫസ്റ്റ് വീട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നാഷണൽ അവാർഡിന്റെ ഫോട്ടോ ആണ്. അബ്ദുൽ കലാം സാറിന്റെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ആരാധകൻ എന്ന നിലയിൽ എൻ്റെ ഒരു സംശയം, അച്ഛന് ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിന് മുമ്പേ ഒരുപാട് അവാർഡ്സ് കിട്ടേണ്ടതായിരുന്നു. സോ ആ ഒരു സമയങ്ങളിൽ സാർ എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ബോധേടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഓരോ സിനിമയും വളരെ ഹാർഡ് വർക്കോട് കൂടിയാണ് ചെയ്യുന്നത്. ചുമ്മാ പോയി അഭിനയിക്കുന്ന പരിപാടിയല്ല. ആ ക്യാരക്ടറിനെ പറ്റി നന്നായിട്ട് അനലൈസ് ചെയ്തൊക്കെയായിരുന്നു അച്ഛൻ അഭിനയിക്കുന്നത്. അവാർഡ്സിലൊന്നും വലിയ അവാർഡ് കിട്ടുന്നത് സന്തോഷം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സാറുള്ള സമയത്തും സെറ്റ് ചെയ്തതാണ്, ശേഷം സെറ്റ് ചെയ്തത്. അത് 2009 അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീടിന് അച്ഛൻ പെയിന്റിങ് നടക്കുമായിരുന്നു. അപ്പൊ പെയിന്റിങ് നടന്ന സമയത്ത് അച്ഛൻ തന്നെ പറഞ്ഞു ഇതൊക്കെ ഇവിടെയൊക്കെയാണ് സെറ്റ്. അച്ഛൻ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ നിന്നൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അന്ന് സെറ്റ് ചെയ്തതാണ് ഈ അവാർഡും മറ്റുമെല്ലാം. അത് OV വിജയൻ സാർ എഴുത്താണ്. അദ്ദേഹം സമ്മാനിച്ച ഒരു കാർട്ടൂൺ രീതിയിൽ എഴുതിയതാണ്. അതിൽ കുറേ വേർഡിങ്സ് ഉണ്ട്. അങ്ങനെ അത് അച്ഛൻ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതായിരുന്നു സർട്ടിഫിക്കറ്റ്, നാഷണൽ അവാർഡിന്റെ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ അവാർഡ് നേരിട്ട് കാണുന്നത്, സത്യം പറഞ്ഞു. മെഡൽ അവിടെയാ വെച്ചത്. ഓക്കെ, അല്ല അതിലേക്ക് കടക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് സാറിന്റെ അവാർഡ് ആയിരിക്കും ഒരുപക്ഷെ ഞാൻ കാണുന്നതെന്നുള്ള ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ബിഹൈൻഡ് വുഡ്സിനോട് താങ്ക് യു. ഓക്കെ, ഈ ഫോട്ടോയുടെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു സാർ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അപ്പോ ഇതൊരു വലിയൊരു ആ ചിരിയിൽ തന്നെ മേ ബി അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയാണ് ഈ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ കടന്നുള്ളത്. ഞാൻ മാത്രമല്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതും. അതായത് അദ്ദേഹത്തിന് സിനിമാ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒട്ടുമിക്ക അവാർഡ്സും ഇവിടെയുണ്ട്. സോ സ്റ്റേറ്റ് അവാർഡ്സ്. ഓക്കെ, 6 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു സാർക്ക്. 4 ബെസ്റ്റ് ആക്ടറും 2 സപ്പോർട്ടിംഗ് ആക്ടർ. സോ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് തോന്നുന്നത്. എന്റെ വലിയൊരു സ്വപ്നം തന്നെയാണ് മേ ബി. സോ ഹാപ്പി. താലോലം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡാണ്. ഈ 6 സ്റ്റേറ്റ് അവാർഡ്സിൽ ഒരുപക്ഷെ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സാർ ഏതെങ്കിലും സിനിമയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ സിനിമയും അത്രയും ഹാർഡ് വർക്കോട് കൂടി ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ എല്ലാ 6 പ്രിയപ്പെട്ടത് കഷ്ടപ്പെട്ട് എല്ലാ സിനിമകളെയും ഒരേപോലെ തന്നെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ കഥാപാത്രവും വ്യത്യസ്ത